കൊക്കയാർ ഗ്രാമപഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും വികസന മുരടിപ്പിനുമെതിരെ കോൺഗ്രസ് കൊക്കയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ യാത്ര സംഘടിപ്പിച്ചു. അഴങ്ങാട്ടിൽ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഗുരുതരമായ വീഴ്ചയും മൂലം ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പാടെ നിലച്ച സാഹചര്യത്തിൽ ഈ പഞ്ചായത്തിനെതിരെ ഭരണസമിതിക്കെതിരെ ഒരു കുറ്റവിചാരണ ജാഥയാണ് ജനങ്ങളോട് യാഥാർത്ഥ്യ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ജാഥ ക്യാപ്റ്റൻ സണ്ണി തുരുത്തിപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച ജാഥ എന്തയാർ ഈസ്റ്റിൽ സമാപിച്ചു. സമാപന സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. വിവിധ യോഗങ്ങളിൽ സണ്ണി തട്ടുങ്കൽ, നൌഷാദ് വെമ്പിളി, ഓലിക്കൽ സുരേഷ്, ടോണി തോമസ്, സ്വർണ്ണലത അപ്പുക്കുട്ടൻ, അയൂബ് ഖാൻ കട്ടപ്ലാക്കൽ, ഫ്രാൻസിസ് തോമസ്, PJ വർഗീസ്, KH തൗഫീഖ്, ബെന്നി സെബാസ്റ്റ്യൻ, ആൽബിൻ ഫിലിപ്പ്, റോയി വെള്ളൂർ, ഷാഹുൽ പാറകൽ എന്നിവർ പ്രസംഗിച്ചു. കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് വികസനത്തെ 50 വർഷം പിന്നോട്ടടിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇത്തരമൊരു ജാഥ നടത്താൻ ഞങ്ങളെ ഇടയാക്കിയത്. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂര നിലപാട് പോലെ തന്നെ കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വളരെ പ്രതീക്ഷയോടെയാണ് കഴിഞ്ഞ 4.5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. പക്ഷേ 4.5 വർഷത്തെ 4.5 പതിറ്റാണ്ടിനപ്പുറം പിന്നോട്ടടിക്കുന്ന ഗതികേടിലേക്ക് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇടതുപക്ഷത്തിലെ CPIക്കും CPMനും കൃത്യമായി ഭരിക്കാൻ അറിയാത്ത അവസ്ഥയിലേക്ക്, പരസ്പരം തമ്മിലടിക്കുന്ന കാഴ്ച മാത്രമായി മാറിയിരിക്കുന്ന ഗതികേടിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടന്നുപോകുന്നു എന്നുള്ളതാണ് സത്യം. തിങ്കളാഴ്ച രാവിലെ 10-ന് നാരകമ്പുഴയിൽ പ്രതിഷേധ മാർച്ച് മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ നടക്കുന്ന ധർണ KPCC മുൻ ജനറൽ സെക്രട്ടറി റോയി K. പൗലോസ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.